നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പത്മഭൂഷൺ പുരസ്കാരം നേടിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുൻ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള വീട്ടിലെത്തി അനുമോദിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണ സംഘത്തിനെ അന്വേഷണത്തിൽ നിന്നും പിന്നോട്ടടിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഇടപെടുന്നെന്ന് DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. J6 ചേംബർ ഓഫ് കോമേഴ്സ് ആലപ്പുഴ ടേബിളിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. പത്മഭൂഷൺ പുരസ്കാരം കരസ്ഥമാക്കിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുൻ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള വീട്ടിലെത്തി അനുമോദിച്ചു. പത്മഭൂഷൺ അവാർഡ് നേടിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുൻ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള വെള്ളാപ്പള്ളി നടേശന്റെ വസതിയിലെത്തി ആദരം അർപ്പിച്ചു. 52-ലെ തെരഞ്ഞെടുപ്പ് കാലത്തെ പോലെ കേരള രാഷ്ട്രീയം മാറുന്നുവെന്ന് ശ്രീധരൻപിള്ള പരിഹസിച്ചു. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് ഏറ്റവും വലിയ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളും അതിൽ ആഹ്ലാദിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി തന്നെ നേരിട്ട് വന്നു, ഞാനും വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അനുമോദിച്ചു. ഗവൺമെൻറ് ലിസ്റ്റ് ഇല്ല എന്ന പത്രങ്ങളിലെല്ലാം ഇന്ന് വായിക്കാനിടയായി. അപ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ട്, പ്രത്യേകിച്ച് അച്യുതാനന്ദന് രണ്ടുപേരും ആലപ്പുഴ ജില്ലക്കാരാണ്, ഞാനും ആലപ്പുഴ ജില്ലക്കാരനാണ്. അപ്പോൾ ഇവർക്ക് അച്യുതാനന്ദനും ഈ ബഹുമതി കിട്ടിയത് ഞാൻ കേന്ദ്ര ഭരണ സംവിധാനത്തെ സൂക്ഷ്മമായി ഇതൊരു കണ്ടെത്തൽ പ്രക്രിയയാണ്. ആ കണ്ടെത്തൽ പ്രക്രിയയിൽ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു മാത്രമല്ല, ഞാൻ ഇന്നലെ പോയിരുന്നു. ഞാൻ ഇന്നലെ കായംകുളത്തൊരു പരിപാടിക്ക് വേണ്ടി പോയപ്പോഴാണ് അറിഞ്ഞത് അവർ ദേവകി അമ്മയുടെ സംഭാവനകളെ. അപ്പോൾ ഇതൊരു ഭരണകൂടത്തിൻ്റെ കണ്ടെത്തൽ പ്രക്രിയയാണ്. കഴിഞ്ഞ കൊല്ലം തമിഴ്നാട്ടിലെ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാമ്പ് പിടുത്തക്കാരുടെ ഫാമിലി. സാമുദായിക സംഘടനകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. 2 പ്രബല ഹിന്ദു സംഘടനകൾ സഹകരിക്കുന്നത് നല്ലതാണെന്നും ഉത്തരേന്ത്യക്ക് മുൻപ് തന്നെ കേരളത്തിൽ സാമുദായിക ഐക്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ നിലവാരത്തിൽ അംഗീകാരം നൽകുന്നതിൽ രാഷ്ട്രീയമില്ല. അതിനെ രാഷ്ട്രീയ കണ്ണിലൂടെ ആരും കാണരുത്. പ്രതിഭകളെ അംഗീകരിക്കുന്നു എന്ന് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP നേതാവ് അനൂപ് ആന്റണി, BJP ജില്ലാ പ്രസിഡന്റ് PK ബിനോയ് PS ശ്രീധരൻപിള്ളയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണ സംഘത്തിനെ അന്വേഷണത്തിൽ നിന്നും പിന്നോട്ടടിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു എന്ന് DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണ സംഘത്തിനെ അന്വേഷണത്തിൽ നിന്നും പിന്നോട്ടടിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നുണ്ടെന്ന് DCC പ്രസിഡന്റ് P ബാബു പ്രസാദ് ആക്ഷേപിച്ചു. ആലപ്പുഴ DCCയുടെ ആഭിമുഖ്യത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു B ബാബു പ്രസാദ്. ദിവസം ചെന്നപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായിട്ടുള്ള വെങ്കടേഷ് അടക്കമുള്ള ആളുകളെ ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൈയാളുന്ന പിണറായി വിജയൻ ആ SITയുടെ മേധാവി അടക്കമുള്ള ആളുകളെ സമ്മർദ്ദത്തിലാക്കുകയും അവരുടെ ഓരോ ദിവസത്തെയും ക്രമാനുഗതമായി അറസ്റ്റ് ചെയ്ത ആളെ ജയിലിൽ അടച്ചുകൊണ്ടിരുന്ന അവർക്ക് പെട്ടെന്ന് അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്, അവരുടെ അന്വേഷണത്തിന് ഒരു വലിയ തടസ്സം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഉണ്ടാക്കുകയും അങ്ങനെ ആദ്യം പത്മകുമാറിനെ, പിന്നെ വാസുവിനെ, പിന്നെ മുരാരി ബാബുവിനെ അടക്കമുള്ള ഈ കേസിലെ പ്രതികളായിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത SIT പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിന്നെ കുറ്റപത്രം സമർപ്പിക്കാതാവുകയും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് CRPC അനുസരിച്ച്
സമയത്തെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് നേരത്തെ ആലപ്പുഴ വട്ടത്തേരി പുരയിടത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. മുൻ MLA-യും KPCC ഉപാധ്യക്ഷനുമായ A. ഷുക്കൂർ, KP ശ്രീകുമാർ, സുനിൽ ജോർജ്, G. മനോജ് കുമാർ, KR മുരളീധരൻ, ജോൺസൺ എബ്രഹാം, ബാബു ജോർജ് അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധ മാർച്ചിനും തുടർന്ന് നടന്ന ധർണയ്ക്കും നേതൃത്വം നൽകി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് ചാടിക്കടന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു മാറ്റി. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന ഇടത് വലത് സംഘങ്ങൾക്കെതിരെ നടന്ന പ്രതിഷേധ മാർച്ച് ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം തുടങ്ങിയ ഒരു സംഭവമല്ല. പിണറായി അധികാരത്തിൽ വരുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ ഭരണകാലത്തും ശബരിമല കേന്ദ്രീകരിച്ച് വലിയ കൊള്ള നടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ആമുഖത്തിലൊക്കെ ഇവിടെ പറഞ്ഞ മുരാരി ബാബു ആയാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും ശബരിമലയിൽ എത്തിയത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മാത്രമല്ല, അവരെ അവിടേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഇപ്പോൾ CPIM-നെതിരെ എല്ലാവരും സമരത്തിനിറങ്ങുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ്സുകാരൻ മാറിയിരുന്ന് ചിരിക്കുകയാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, കോൺഗ്രസ്സുകാരനെ വെറുതെ വിടാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ കൊള്ളയ്ക്ക് CPIM-നെ പോലെ തുല്യ പങ്കാളിത്തം കോൺഗ്രസിനുമുണ്ട്. ഇന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാര് CPIM-നെതിരെ വലിയ വാളെടുത്തുകൊണ്ടുവരുമ്പോൾ, വലിയ വിമർശന ശരങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണ്, സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് പറ്റിയവരാണ് കോൺഗ്രസ്സുകാരും എന്ന കാര്യം കേരള സമൂഹം മറന്നു പോകരുത്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, കേരളത്തിൽ നടന്നിട്ടുള്ള ക്ഷേത്രക്കൊള്ളയ്ക്ക് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണവും പുരാവസ്തു വിഗ്രഹങ്ങൾ അടക്കമുള്ള വിലപിടിച്ച വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പങ്കുണ്ട്. അതിൽ ശ്രീമതി സോണിയയുടെ പങ്ക് അനിഷേധ്യമായ പങ്കാണ്. അതേപറ്റി സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നൊപ്പം കോൺഗ്രസിനും പങ്കുണ്ടെന്ന് സന്ദീപ് വാചസ്പതി അഭിപ്രായപ്പെട്ടു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളത് കേവലം ഫോട്ടോ എടുപ്പിന് അപ്പുറമുള്ള ബന്ധമാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും കാണാൻ കഴിയാത്ത സോണിയാഗാന്ധിയുമായി നിരവധി തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടത്തി. സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് പങ്കെന്നും സന്ദീപ് അഭിപ്രായപ്പെട്ടു. തന്ത്രിയേക്കാൾ വലിയ കള്ളന്മാരായ മന്ത്രിമാരെ സംരക്ഷിച്ചു നിർത്തി തന്ത്രിയെ മൗനാനുവാദത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിൽ ഗൂഢാലോചനയുണ്ട്. ശബരിമലയ്ക്ക് പുറമെ നിരവധി ക്ഷേത്രങ്ങളിലും കൊള്ള നടന്നതായും അദ്ദേഹം പറഞ്ഞു. ഇതിൽ നിഷ്പക്ഷ അന്വേഷണം വേണം. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വരും വരെ പ്രതിഷേധം തുടരുമെന്നും സന്ദീപ് വാചസ്പതി കൂട്ടിച്ചേർത്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ ഹരിപ്പാട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജെയ്സീസ് ചേംബർ ഓഫ് കോമേഴ്സ് ആലപ്പുഴ ടേബിളിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. ജെയ്സീസ് ചേംബർ ഓഫ് കോമേഴ്സ് ആലപ്പുഴ ടേബിളിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ഹിമാലയ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ടേബിളിന്റെ 2026 വർഷത്തെ ചെയർമാനായി മാത്യു തോമസിനെയും സെക്രട്ടറിയായി മുൻ ചെയർമാൻ CA ലവനെയും ട്രഷററായി P അശോകൻ എന്നിവർ സ്ഥാനമേറ്റു. ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. എല്ലാ വശങ്ങളും രുചിച്ചറിഞ്ഞ ഒരു കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് ഞാൻ. ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം എന്നും ടെൻഷൻ നിറഞ്ഞ ഒരു ലോകത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത്.
നമ്മളുടെ ലെവല് കീപ്പ് ചെയ്യുക എന്ന സാമൂഹിക പ്രതിബദ്ധത ഒരു വശത്ത്, മറ്റൊരു വശത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം പൂർണ്ണമാകുന്നതുവരെ ഉണ്ടാകുന്ന മാനസിക ഗർത്തം. ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള രീതികൾ എടുത്തു നോക്കിയാൽ ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യയിൽ ഓരോ മനുഷ്യനും ജേക്കോം സോൺ ചെയർമാൻ രഞ്ജു ക്രിസ്റ്റസ് മാത്യു ചടങ്ങിൽ മുഖ്യാതിഥിയായി. ടേബിൾ കോച്ച് ഡോക്ടർ OJ സ്കറിയ, ടി ശ്യാം എന്നിവർ സംസാരിച്ചു. സോൺ വൈസ് ചെയർമാൻ TN തുളസിദാസ് ചടങ്ങിന് സ്വാഗതവും പ്രറ്റി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജയ്ക്കോം അംഗങ്ങളുടെ മക്കളെ നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്മഭൂഷൺ പുരസ്കാരം നേടിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുൻ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള വീട്ടിലെത്തി അനുമോദിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണ സംഘത്തിനെ അന്വേഷണത്തിൽ നിന്നും പിന്നോട്ടടിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഇടപെടുന്നെന്ന് DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. J6 ചേംബർ ഓഫ് കോമേഴ്സ് ആലപ്പുഴ ടേബിളിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.